നമസ്കാരം, ഞാൻ ഡോക്ടർ ജയപാർവതി, ഡെന്റൽ സർജൻ, പരബ്രഹ്മ ഹോസ്പിറ്റൽ. ഇന്ന് പറയാൻ പോകുന്നത് പല്ലിൻ്റെ ക്യാപ്പ് ഊരിപ്പോയാൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. RCT ചെയ്തതിന് ശേഷം പല്ലിൻ്റെ ക്യാപ്പ് കുറച്ച് നാളിന് ശേഷം ഊരി പോവുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ ഡെന്റിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. റീഫിക്സ് ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുക. ചിലരാണെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ട് റീഫിക്സ് ചെയ്യാനായിട്ട് ചെല്ലുമ്പം ഈ ക്യാപ്പ് ഊരിപ്പോയ പല്ല് മീസിലോ ഡിസ്റ്റലിയോ, അതായത് ഇടത്തോട്ടോ വലത്തോട്ടോ മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് മുകളിലത്തെ പല്ല് അത് താഴോട്ട് ഇറങ്ങി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്യാൻ നേരത്ത് കറക്റ്റായിട്ട് ഒക്ലൂഡ് ആവില്ല, വായ അടയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പം ഇങ്ങനത്തെയുള്ള സിറ്റുവേഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ക്യാപ്പ് ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മാസ്റ്റിക്കേഷൻ ചെയ്യുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് ചവയ്ക്കുമ്പോൾ പല്ല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഈ RCT ചെയ്തതും റൂട്ട് കനാൽ ചെയ്തതും ക്യാപ്പ് ഇട്ടതും ഒക്കെ വേസ്റ്റ് ആയി പോവുകയും പിന്നീട് പല്ല് എടുത്തു മാറ്റുന്നതിലോട്ട് ചെന്നെത്തുകയും ചെയ്യുന്നു. ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റൽ പേജ് ഫോളോ ചെയ്യുക. നന്ദി.